ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുത്. മേഡത്തിനൊരു കാര്യം അറിയാമോ? പോലീസ് ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചാലേ അത് മാറ്റാൻ പിന്നെ മോളിലിരിക്കുന്ന ദൈവം വിചാരിച്ചാൽ അത് മാറ്റാൻ കഴിയില്ല. മേഡം കാറി പോയിരുന്നോളൂ. കോടതി കുടുംബം വന്നാൽ മതി. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അമ്മയോട് ക്ഷമിക്കണം. അല്ല, അപ്പോ ചെയ്യാത്ത കുറ്റത്തിന് എന്റെ സച്ചിമോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് മോന്റെ കൈകൊണ്ടായിരിക്കോ? അമ്മ വിഷമിക്കണ്ട. നമ്മുടെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ചെയ്യാത്ത തെറ്റിന് മനഃപൂർവ്വം ഒരു കോടതിയും ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല. കേട്ടിടത്തോളം ഈ കേസിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റിയ തെളിവുകളൊന്നുമില്ല. അപ്പോ സച്ചിക്ക് ജാമ്യം കിട്ടുമെന്നാണോ സാർ പറയുന്നത്? അത് സച്ചിയുടെ മേളിൽ ചാർത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ പോലീസ് മനഃപൂർവ്വം ഒരാളെ പ്രതിയാക്കി ജയിലിലാക്കണമെന്ന് തീരുമാനിച്ച ചിലപ്പോ ജാമ്യം കിട്ടാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. അങ്ങനെ സംഭവിച്ച കേസുകളും ധാരാളം ഉണ്ട്. നല്ല വക്കീലന്മാരൊന്നും കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ കോടതി ഏർപ്പാടാക്കി തരുന്ന ഒരു വക്കീലിനെ തന്നെ ആശ്രയിക്കാനേ പറ്റൂ. അതിനെങ്ങനെ മോശമായിട്ട് കാണുമൊന്നും വേണ്ട. കോടതി നല്ല വക്കീലന്മാരെയും ഇങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ മോൻ വിചാരിച്ച ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല അല്ലേ? അമ്മേ, ഈ കേസിൽ സച്ചിക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിരപരാധികൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി ഞാൻ സാധാരണ വാദിക്കാറില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ പോവാം. വാ മക്കളെ, ഞങ്ങൾ പോട്ടെ. രണ്ടുപേരും കൂടി ഇടയ്ക്ക് ഗൗരിയുടെ വീട്ടിലേക്ക് വാ. വരാങ്ങളെ, ഒരു ദിവസം ഞങ്ങൾ അവിടെ കൊണ്ടുവിടാൻ അച്ഛനോട് പറയാം. ശരി, അപ്പൊ ശരി എന്നാ. ശരി മോൻ. വാ. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. വിഷമിക്കണ്ട. ഞാൻ വക്കീലാണെങ്കിലും ഒരു ദൈവവിശ്വാസിയാ. എന്റെ ഇത്രയും കാലത്തെ കോടതി ജീവിതം കൊണ്ട് എനിക്ക് ബോധ്യമായൊരു കാര്യമുണ്ട്. കാരാഗ്രഹവാസം അനുഭവിക്കാൻ ഒരാൾക്ക് ജാതകയോഗം ഉണ്ടെങ്കിൽ അയാളത് അനുഭവിച്ചേ പറ്റൂ. പല കേസുകളിലും കോടതി വെറുതെ വിടുമെന്ന് അവസാന നിമിഷം വരെ നമ്മൾ വിചാരിച്ചിട്ട് പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ഒരാൾ ജയിലിൽ പോകണമെന്ന് ആരെല്ലാമൊക്കെ ആഗ്രഹിച്ചാലും അയാളുടെ സമയം നല്ലതാണെങ്കിൽ കോടതി ശിക്ഷിക്കുകയില്ല. തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമായി മാറും. ഇത് എന്റെ അനുഭവം. എല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാ. പോട്ടെ അമ്മേ. വാ, ഇറങ്ങട്ടെ. ടാറ്റാ ടാറ്റാ ടാറ്റാ.
എന്റെ വീട്ടുകാരെയോ അതോ വക്കീലിനെയോ? എന്തിനാ സാറേ നിരപരാധിയെ എന്നെ സാറേ കേസിൽ കുടുക്കിയത്? കൊലപാതകം ചെയ്തിട്ട് നീ എന്റെ മുമ്പിൽ അഭിനയിക്കുന്നു. നിന്റെ വിധി എപ്പോഴേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. പിന്നെ ഒരു ചടങ്ങ്, അത് മാത്രമേ ഈ കോടതി മുറിയിൽ ഇന്ന് ബാക്കിയുള്ളൂ. കൊണ്ടുപോടോ. പാടോ. എന്റെ അമ്മാവനെ കൊന്നിട്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? ഇതുപോലൊരു വിലങ്ങ് നിന്റെ കയ്യിൽ വീഴുന്ന കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് നടന്നു. എന്നെ കുടുക്കിയതിന് പിന്നിൽ നീയായിരുന്നു അല്ലേ? നന്നായി സാറേ, വളരെ നന്നായി. ഈ കേസിൽ സാറിനുള്ള ഗുണം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ ജീവിതം ഇനി ജയിലിനകത്താ. ഇവിടെ നിന്ന് നിനക്ക് ഒരു ജാമ്യവും കിട്ടാൻ പോകുന്നില്ല. നല്ലൊരു വക്കീല് പോലും നിനക്ക് വേണ്ടി ഹാജരാവില്ല. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. ഇതിനെ കൊണ്ടു. വാ. ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുത്. മേഡത്തിനൊരു കാര്യം അറിയാമോ? പോലീസ് ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചാലേ അത് മാറ്റാൻ പിന്നെ മോളിലിരിക്കുന്ന ദൈവം വിചാരിച്ചാൽ അത് മാറ്റാൻ കഴിയില്ല. മേഡം കാറി പോയിരുന്നോളൂ. കോടതി കൂടുമ്പോ വന്നാൽ മതി.